ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് പിന്നീട് എത്ര ശ്രമിച്ചിട്ടും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ എന്തൊക്കെ ഞാൻ ചെയ്തു പക്ഷെ ഒന്നും അങ്ങ് വർക്കൗട്ട് ആകുന്നില്ല, ഞാൻ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ ആ ഒരു പേഴ്സണ് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടുള്ള സ്നേഹം കാരണം മാത്രമായിരിക്കില്ല. അതിന് പുറകിൽ പോസിബിൾ ആയിട്ടുള്ള മറ്റു ചില റീസൺസ് കൂടിയുണ്ട്. സോ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല, കുറച്ച് സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പോസിബിൾ ആയിട്ടുള്ള റീസൺസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ റൊട്ടീൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും നിങ്ങൾ അവരോട് പോയി പറയുന്നു. അതൊരു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നേരെ അത് അവരുടെ അടുത്ത് പോയി പറയുന്നു, അവരോട് ഷെയർ ചെയ്യുന്നു, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, ആ ഒരു ഇമോഷണൽ സേഫ്റ്റി ഉണ്ട്. സോ നിങ്ങളുടെ റൊട്ടീൻ്റെ ഒരു ഭാഗമായിരുന്ന ഒരു കാര്യമാണിത്. ഈ ഒരു റൊട്ടീൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ആകുന്ന സമയത്ത് അതിനെ മിസ് ചെയ്യാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നു എന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു റൊട്ടീൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇല്ലാതായി. ആ ഒരു ഇല്ലാതായ റൊട്ടീനെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങളുടെ റൊട്ടീനിൽ ചില മാറ്റങ്ങൾ വരുത്തുക, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ റീസൺ നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ ബിലീവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു പോസിബിൾ റീസൺ ആണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലോഷർ എനിക്ക് കിട്ടിയില്ല. ഒന്നും പറയാതെ, ഒരു എക്സ്പ്ലനേഷൻ നൽകാതെ, എന്താണ് റീസൺ എന്ന് പോലും പറയാതെ പെട്ടെന്നൊരു ദിവസം അങ്ങ് പോയി. എന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല, അല്ലെങ്കിൽ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇപ്പോഴും സ്റ്റക്കാണ്, അങ്ങനെ പറയുന്ന ചില കേസുകളും ഉണ്ട്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഇനിയൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലോഷർ എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഇനിയും ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ബിക്കോസ് ആ പേഴ്സൺ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ ഷോ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ ആ ഒരു പേഴ്സൺ എന്താണ്, ഒന്നും പറയാതെ ഇങ്ങനെ ഗോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഒരക്ഷരം പോലും പറയാതെ പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും അതിൽ തന്നെ സ്റ്റക്കായി മൂവ് ഓൺ ചെയ്യാതെ നിൽക്കുന്നത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു റീസൺ ആണ്, ഒരു പക്ഷേ ആ ഒരു പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ്, അല്ലെങ്കിൽ ഓർമ്മകൾ, ആ മെമ്മറീസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കില്ല ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഫ്യൂച്ചർ ലൈഫ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് അവർ ഇമാജിൻ ചെയ്തിട്ടുള്ള ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷം അവരുടെ മനസ്സിലുണ്ടായിരിക്കും. ആ ഒരു ഇമാജിനറി ലൈഫിൽ സ്റ്റക്കായി പോകുന്ന സമയത്തും ഇങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ആയിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഒരു പോസിബിൾ റീസൺ ആണ്, നിങ്ങൾ ഇതുവരെയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് ചെയ്തിരുന്നത്. എല്ലാ കാര്യങ്ങളിലും പരസ്പരം ഒരുമിച്ച് നിൽക്കുന്ന ഒരു രീതി. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അതെല്ലാം കോമൺ ഫ്രണ്ട്സ് ആയിരുന്നു. നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ് ചെയ്യുന്നത്. നിങ്ങളുടെ റൊട്ടീൻ പരസ്പരം ഇൻക്ലൂഡഡ് ആണ്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇൻക്ലൂഡഡ് ആണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ ഒരുമിച്ചാണ് എല്ലായ്പ്പോഴും, എല്ലാത്തിനും. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ബ്രേക്കപ്പ് ആവുകയും പിന്നീട് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും മനസ്സിൽ വരും, അല്ലെങ്കിൽ ഒരു സംശയം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഫീൽ ചെയ്യും. ഇനി ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി ഞാൻ ആദ്യമായിട്ട് എവിടെ എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് സ്വാഭാവികമായിട്ടും വരും. അതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. സോ അസ് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നും ഞാൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാറാനുള്ള ഒരു സമയം ഉണ്ടായിരിക്കും. സോ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, അല്ലെങ്കിൽ ആ ഒരു സമയം എടുക്കുന്നതിലും സ്വാഭാവികമായിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ എല്ലാം ഒരുമിച്ചായിരുന്നു, അതിൽ നിന്നും മാറി ഇനി സ്വയം നിങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളെ മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു കാര്യം കൊണ്ടും പലപ്പോഴും മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഫൈനലി, നിങ്ങളുടെ ലൈഫിൽ നിന്നും ഓൾറെഡി പോയ ആ വ്യക്തിയെ ഇപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ്, കോമൺ ഫ്രണ്ട്സിനോട് ചോദിക്കുക. അതുപോലെ തന്നെ അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ സ്റ്റോക്ക് ചെയ്യുക. ഇങ്ങനെ എല്ലാം കൊണ്ടും ആ ഒരു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സണെ നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ ചെക്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഹീലിംഗ് എന്ന് പറയുന്ന ഒരു
കാര്യം അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് റീസൺ. സോ സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. സോ പലപ്പോഴും ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സണോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം കാരണം, അല്ലെങ്കിൽ അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ്, അത് മാത്രമായിരിക്കില്ല നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ റീസൺ. ഇങ്ങനെയും ചില റീസൺസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആവുന്ന മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്